സ്നേഹമുള്ളവരെ, ശാലോം ഒരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന ഈ തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെ ഞാൻ വീണ്ടും ക്ഷണിക്കുകയാണ് സ്നേഹപൂർവ്വം. നമ്മൾക്ക് മാതാവിനോടൊപ്പം നമ്മുടെ യാത്ര തുടരാം. അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാം, യേശുവിൻ്റെ അമ്മ യേശുവോടൊത്ത് രക്ഷാകര കർമ്മത്തിൽ എത്രമാത്രം പങ്കുചേർന്നു. ആ രക്ഷയിലൂടെ യേശുവിൻ്റെ അമ്മയും നമ്മുടെ രക്ഷകയായി തീരുകയാണ്. അതുകൊണ്ട് തിരുസഭ മേരിയെ സഹരക്ഷക എന്ന് വിളിക്കുന്നു. യേശുവിനോടൊപ്പം രക്ഷാകര കർമ്മത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ സഹകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് മേരി. ഈ മേരിയുടെ ജീവിതം തിരുസഭയ്ക്ക് എന്നും ഒരു അടയാളമാണ്, ഒരു പ്രതീകമാണ്, ഒരു മാതൃകയാണ്. അടയാളം മേരി രക്ഷയുടെ ഒരു അടയാളമാണ്. തിരുസഭയും ഈ ലോകത്തിൽ രക്ഷയുടെ ഒരു അടയാളമാണ്. മേരി പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു പ്രതീകമാണ്. അതുപോലെ തന്നെ തിരുസഭ ഇന്ന് ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ നൽകേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ മേരിയിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാൻ തിരുസഭയും വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം അതുകൊണ്ട് എങ്ങനെയാണ് മേരി സഹരക്ഷകയായി തീരുന്നു എന്നതാണ്. തിരുസഭ ഔദ്യോഗികമായിട്ട് ഇതൊരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യം സഭയുടെ എല്ലാ പ്രമാണങ്ങളിലും കൊണ്ടുവരുന്നുണ്ട്. യേശുവിനോടൊപ്പം ഏറ്റവും അധികം രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചത് പരിശുദ്ധ കന്യാമറിയമാണ്. ബെത്ലഹേം മുതൽ കാൽവരി വരെയും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന അമ്മ തന്നെ തന്നെ സമർപ്പിക്കുകയാണ് യേശുവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് യേശുവിൻ്റെ ആ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നത് കൊണ്ടാണ് മേരിയെ സഹരക്ഷക എന്ന് നാം വിളിക്കുന്നത്. പൗലോസ് തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യേശു ഏകരക്ഷകനാണെന്ന്. എന്നാൽ സുവിശേഷത്തിലോ ലേഖനത്തിലോ മേരിയെ സഹരക്ഷക എന്ന് പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് മേരി സഹരക്ഷയായി തീരുന്നത്? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? യേശുവിൻ്റെ വരവിനെ പറ്റി യേശു തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. താൻ എന്തിനായി ഈ ലോകത്തിൽ പിറന്നു, മനുഷ്യാവതാരം ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശു പറയുന്നത്, ഞാൻ ജീവൻ നൽകുവാൻ വന്നിരിക്കുന്നു, അത് സമൃദ്ധിയായി നൽകുവാൻ വന്നിരിക്കുന്നു. നമുക്കൊക്കെ മാനുഷികമായ ആ ജീവനുണ്ട്. എന്നാൽ യേശു വന്നിരിക്കുന്നത് സ്വർഗീയമായ ജീവൻ നൽകുവാനാണ്. നമ്മുടെ ലൗകികമായ ഭൗതികമായ ജീവൻ, ശാരീരികമായ ജീവൻ ഈ ലോകം കൊണ്ട് അവസാനിക്കുകയാണ്. എന്നാൽ യേശു ഒരു പുതിയ ജീവൻ നൽകി നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ പൗലോസ്ലിയ യേശുവിൻ്റെ വരവിനെ സംബന്ധിച്ച് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. യേശു ആരായിരുന്നുവെന്നും എന്തിനായി യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെന്നും. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അധ്യായം 2 ഒന്ന് വായിക്കാമോ? യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈ 2 വചനത്തിലും കൂടി നാം മനസ്സിലാക്കുന്നുണ്ട് യേശു ആരായിരുന്നുവെന്നും യേശു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും. അവിടുന്ന് ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം അതാണ്. ആ ത്രിത്വൈക ദൈവത്തിൻ്റെ 2ാമത്തെ ആളായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്യുന്നു.
യോഹന്നാൻ ശ്ലീഹ പറയുന്നത് പോലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവിടുത്തേക്ക് വരവിന് ഒരു നിയോഗമുണ്ടായിരുന്നു. ആ നിയോഗം അത് പറയുന്നുണ്ട്. അവിടുന്ന് മനുഷ്യനെ പോലെ ആയിത്തീർന്ന് മനുഷ്യന് രക്ഷ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് സ്വീകരിച്ച മാർഗം അനുസരണത്തിൻ്റേതായിരുന്നു. അതാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശ് മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. യേശു അനുസരണമുള്ളവനായി തന്നെ സമർപ്പിക്കുന്നു കുരിശിൽ. ഈ ബലിയർപ്പണത്തിലൂടെയാണ് ദൈവം മനുഷ്യകുലവുമായി അനുരഞ്ജനപ്പെടുന്നത്. ഈ അനുരഞ്ജനപ്പെടുന്നതിൽ പരിശുദ്ധ അമ്മയ്ക്ക് അനന്യമായ ഒരു ദൗത്യമുണ്ടായിരുന്നു, പങ്കുണ്ടായിരുന്നു. യേശുവിനെ ഈ അർപ്പണത്തിന് വേണ്ടി ഒരുക്കുക. അതാണ് യേശുവിന് ജന്മം നൽകിയതിലൂടെയും വളർത്തിയതിലൂടെയും പിന്നീട് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് പല അവസരങ്ങളിലും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭമായിരുന്നുവെന്ന്. അവിടെയും പരിശുദ്ധ അമ്മ ഒരു വലിയ ദൗത്യം നിർവഹിക്കുകയാണ്. ഇങ്ങനെ യേശുവിൻ്റെ ദൗത്യ നിർവഹണത്തിൽ പൂർണ്ണമായി സഹകരിച്ചത് കൊണ്ടാണ് മേരിയെ സഹരക്ഷക എന്ന ആ പേര് സഭാപിതാക്കന്മാർ വിളിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ദൈവവിളി എന്താണ്, നിയോഗം എന്താണ്? പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഓരോരുത്തരും അവരവരുടെ നിയോഗമനുസരിച്ച് ജീവിക്കട്ടെ. അങ്ങനെ യേശു അർപ്പിച്ച ആ ബലിയിൽ മേരിയും പങ്കുചേർന്നു, സ്വയം സമർപ്പിച്ചു. ആ സമർപ്പണത്തിലൂടെ ലോകത്തിൻ്റെ രക്ഷ കൈവന്നു. അതുകൊണ്ട് സഭ പഠിപ്പിക്കുന്നത് ദൈവപിതാവിൻ്റെ ആ പ്രസാദം, കൃപ യേശു എന്ന ഏക മധ്യസ്ഥനിലൂടെ, മറിയത്തിലൂടെ സഭയിലേക്ക് കടന്നു വരുന്നു. ഇതേ സംബന്ധിച്ച് രണ്ടാം വത്തിക്കാൻ സുനോദോസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് മേരി യേശുവുമായി സഹകരിച്ച് രക്ഷാകര കർമ്മത്തിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചെന്ന്. രണ്ടാം വത്തിക്കാൻ സുനോദോസിലെ തിരുസഭയെപ്പറ്റി പറയുന്ന ഭാഗത്താണ്, മരണം ഒരു സ്ത്രീയുടെ സഹകരണത്താൽ ലോകത്തിൽ ആവിർഭവിച്ചതുപോലെ ജീവൻ്റെ പുനഃപ്രാപ്തിയിലും ഒരു സ്ത്രീ സഹകരിക്കുക ഉചിതമായിരുന്നു. അതുകൊണ്ട് മനുഷ്യാവതാരത്തിന് മുമ്പ് തന്നെ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഈ മാതാവിൻ്റെ സമ്മതം നേടാൻ കാരുണ്യവാനായ പിതാവ് തിരുമനസ്സായി. ക്രിസ്തുവിൻ്റെ മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ഈ സഹകരണം പ്രകടമായ രീതിയിൽ തന്നെ സാക്ഷാത്കൃതമായി. എല്ലാറ്റിനെയും നവീകരിക്കുന്ന ആ നിത്യജീവനെ അവൾ ലോകത്തിന് പ്രദാനം ചെയ്തു. ദൈവം ഈ മഹനീയ ഉദ്യത്തിന് ആവശ്യമായ ദാനങ്ങൾ നൽകി അവളെ സമ്പന്നയാക്കി. ഇതാണ് മേരി സ്വയം സമർപ്പിച്ചപ്പോൾ ദൈവം മേരിക്ക് കൊടുത്ത സമ്മാനം, മേരിയെ സമ്പന്നയാക്കി. ഈ സമ്പന്നതയാണ് നമ്മൾ മേരിയുടെ അമലോത്ഭവത്തിലും മേരിയുടെ സ്വർഗാരോപണത്തിലും ഇന്ന് നമ്മൾ മേരിയുടെ മധ്യസ്ഥത്തിലുമെല്ലാം കണ്ടെത്തുന്നത്. അങ്ങനെ സഭയുടെ ഭാഗമായി മേരി സഭയുടെ രക്ഷകയായി മാറുകയാണ്. ഇതാണ് മേരി എന്ന സഹരക്ഷക എന്നുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. അച്ഛാ, യേശു കുരിശുമരണത്തിലൂടെയാണ് രക്ഷകനായി തീർന്നത്. എന്നാൽ മറിയം അങ്ങനെയൊന്നും ചെയ്തതായി സുവിശേഷങ്ങളിൽ എങ്ങും സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കുന്നത്? യേശുവിൻ്റെ കുരിശുമരണം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പരമസമാപ്തിയായിരുന്നു. യേശു ജനിച്ച, തിരുവതാരം ചെയ്ത ആ നിമിഷം മുതലുള്ള യേശുവിൻ്റെ ഓരോ പ്രവർത്തനവും ഈ രക്ഷയിലേക്കുള്ള യേശുവിൻ്റെ പ്രവർത്തനമായിരുന്നു. അതിൻ്റെ പരമസമാപ്തി യേശുവിൻ്റെ ബലിയർപ്പണം കുരിശുമരണത്തോടുകൂടി തീരുകയാണ്. അപ്പോൾ യേശുവിൻ്റെ തിരുവതാരത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും, സന്തോഷത്തിലും ദുഃഖത്തിലും വേദനയിലും എല്ലാം മറിയവും പങ്കുചേർന്നു. ആ പങ്കുചേരലിൻ്റെ ഏറ്റവും ഉദാത്തമായ നിമിഷങ്ങളായിരുന്നു
കാൽവരിയിലെ യേശുവിൻ്റെ ബലിയർപ്പണ സമയത്തും മേരിയും അതിൽ പങ്കുചേർന്നതായി. മേരി കുരിശിൽ തറയ്ക്കപ്പെട്ടില്ല, എങ്കിലും തറയ്ക്കപ്പെട്ടവ തൻ്റെ സുതൻ്റെ ഒപ്പം ആ വേദനയിൽ പങ്കുചേർന്നു. അതുകൊണ്ട് സഹനവും വിശ്വാസവും സ്നേഹവുമായിരുന്നു മേരിയുടെ സമർപ്പണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട കാര്യം. അത് തൻ്റെ പുത്രനും അതുപോലെ തന്നെ ലോകത്തിനും വേണ്ടി മറിയം കാഴ്ചവെക്കുകയാണ്. ഈ കാഴ്ചവെപ്പിലൂടെ യേശുവിൻ്റെ ആ ബലിയിൽ പങ്കുചേർന്നു. ഇതുവഴി മേരി സ്വന്തം ജീവിതത്തിലെ രക്ഷ കൊണ്ടുവന്നു, അതോടൊപ്പം തന്നെ തിരുസഭയിലും രക്ഷ കൊണ്ടുവരികയാണ്. അതാണ് മേരിയുടെ സഹരക്ഷക എന്നുള്ള തൻ്റെ ദൗത്യം മേരി അതിലൂടെയാണ് പൂർത്തിയാക്കുന്നത്. ഇന്നും ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ ബലിയിലും ഓരോ വിശുദ്ധ കുർബാനയിലും മേരിയുടെ സജീവമായ സാന്നിധ്യമുണ്ട്. അത് മേരിയും തൻ്റെ പുത്രൻ്റെ ആ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നു. ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ പ്രാർത്ഥനയിലും ഓരോ ഉപവി പ്രവർത്തനത്തിലും മാതാവിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. കാരണം അതിലൂടെ രക്ഷ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണല്ലോ മേരിയെ വിളിക്കുന്നത് പ്രസാദവരത്തിൻ്റെ മാതാവേ എന്ന്. കാരണം കാരുണ്യവാനായ പിതാവ് പ്രസാദവരം ചൊരിയുന്നത് ഇന്ന് അമ്മയിലൂടെ നമ്മൾ മക്കൾക്ക് എല്ലാവർക്കുമാണ്. ഇതാണ് യേശു മേരിക്ക് കൊടുത്ത വലിയ ദൗത്യം. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് നമ്മെ വരമേൽപ്പിച്ചപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത ദൗത്യം ഇതായിരുന്നു: ദൈവത്തിൻ്റെ പ്രസാദവരം തിരുസഭയ്ക്ക്, തിരുസഭയിലൂടെ ലോകത്തിന് നൽകുക. മേരി അതുകൊണ്ട് ഇന്നും സഹരക്ഷകയാണ്, നമ്മുടെ അമ്മയാണ്, നമ്മുടെ രക്ഷകയാണ്. അച്ഛാ, പരിശുദ്ധ കന്യാമറിയം സഹരക്ഷകയാണെന്ന് അച്ഛൻ പറഞ്ഞുവല്ലോ. മേരിയിൽ വിളങ്ങിയിരിക്കുന്ന പുണ്യങ്ങൾ എന്തായിരുന്നു? ഇതേ സംബന്ധിച്ച് സഹപഠനം എന്താണ്? സഹരക്ഷയാകുവാൻ മേരിയിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ, വസ്തുത ഇതൊരു തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. ആ ദൈവം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേക കാരണവുമുണ്ട്. കാരണം മേരി യോഗ്യമുള്ളവൾ എന്ന് കണ്ടതാണ്. ആ യോഗ്യത എന്നത് സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് മേരിയുടെ എളിമയാണ്, വിനയം. അതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് മേരി കീഴ്വഴങ്ങുന്നത്. രണ്ടാമത്, ദൈവവചനത്തിന് മേരി ചെവി കൊടുക്കുന്നു. ആ ചെവി കൊടുത്തില്ലായിരുന്നെങ്കിൽ ദൈവം വിളിച്ച വിളി മറിയം കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ വചനത്തിന് ചെവി കൊടുത്തുകൊണ്ട് അത് മനസ്സിലാക്കി വിനയപൂർവ്വം സ്വീകരിച്ചു. ഏറ്റവും വലിയ പുണ്യം അതായിരുന്നു. രണ്ടാമത് നാം കാണുന്നുണ്ട്, മറിയത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. യേശു ബാലനായിരുന്നപ്പോൾ, യേശു വളർന്നു വന്നപ്പോൾ, യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശുവിൻ്റെ വേദനയിൽ മേരിയും പങ്കുചേർന്നു. മേരി അനുസരണമുള്ളവളായിരുന്നു. ഈ അനുസരണമാണ് യേശുവിൻ്റെ അനുസരണവുമായി മേരിയെ ഐക്യപ്പെടുത്തുകയും അങ്ങനെ അനുസരണം വഴി യേശു ലോകത്തിലേക്ക് രക്ഷ കൊണ്ടുവന്നപ്പോൾ മേരി അതിൽ പങ്കുചേരുകയും ചെയ്തു. നമുക്കറിയാം എപ്രകാരമാണ് ലോകത്തിൽ ശിക്ഷ വന്നത്. അത് ഹവ്വ എന്ന ഒരു സ്ത്രീയുടെ അനുസരണക്കേടിൽ നിന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ മേരി എന്ന പുതിയ ഹവ്വയുടെ അനുസരണത്തിലൂടെ ഇതാ പുതിയൊരു യുഗം പിറക്കുകയാണ് ക്രിസ്തുവിനോടൊപ്പം. ഇതേ സംബന്ധിച്ച് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എപ്രകാരമാണ് മേരി തൻ്റെ വിശ്വാസയാത്രയിൽ യേശുവുമായി ഐക്യപ്പെട്ട് ഈ രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നതെന്ന്. പരിശുദ്ധ കന്യകയും സഭയും എന്ന തിരുസഭയുടെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽ ഇപ്രകാരം മറിയത്തെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ കന്യക തൻ്റെ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയിൽ മുന്നേറുകയും പുത്രനുമായുള്ള ഐക്യം കുരിശുവരെ വിശ്വസ്തതാപൂർവം തുടരുകയും ചെയ്തു. തൻ്റെ ഏകജാതനോടുകൂടി ദൈവിക പദ്ധതിക്കനുസൃതമായി നിഷ്ഠൂര വേദനകൾ സഹിച്ചുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിലകൊണ്ടു. അവിടെ അവൾ മാതൃസഹജമായ വികാരങ്ങളോടെ അവിടുത്തെ ബലിയോട് സ്വയം യോജിപ്പിക്കുകയും തന്നിൽ നിന്ന് ജനിച്ച ആ ബലിവസ്തുവിനെ ഹോമിക്കാൻ
സ്നേഹപുരസ്സരം സമ്മതിക്കുകയും ചെയ്തു. അവസാനമായി സ്ത്രീ ഇതാ നിൻ്റെ മകൻ എന്നരുളി ചെയ്തുകൊണ്ട് കുരിശിൽ മരണാസന്നായി തൂങ്ങിക്കിടന്നിരുന്ന ക്രിസ്തു അവളെ മാതാവായി തൻ്റെ ശിഷ്യന് നൽകി. ഇവിടെ കാണുന്നത് മേരിയുടെ വിശ്വാസം, മേരിയുടെ സമർപ്പണം, അനുസരണം, സഹനം. യേശുവിൻ്റെ സഹനത്തിൽ സ്നേഹപൂർവ്വം മേരി പങ്കുചേരുന്നു. അങ്ങനെ യേശുവിൻ്റെ ബലിയോട് ഒത്തുചേർന്ന് ലോകത്തിൻ്റെ രക്ഷ കൊണ്ടുവരികയാണ്. ആ രക്ഷയാണ് ഇന്ന് മേരി തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയും തിരുസഭയിൽ അർപ്പിക്കുന്ന ഓരോ ദിവ്യബലിയിലൂടെയും ഇന്ന് ദൈവത്തിൻ്റെ പ്രസാദവരം സഭാമക്കളിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ മേരി യേശുവിനോടൊപ്പം സഹരക്ഷയായി, തിരുസഭയുടെ അമ്മയായി, നമ്മുടെ മാതൃകയായി തീരുന്നു. ഇതാണ് മേരിക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ കൃപയും അനുഗ്രഹവും മഹത്വവും. പരിശുദ്ധ മറിയത്തോടൊപ്പമുള്ള നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ നാം ഇന്ന് കാണുകയായിരുന്നു നമ്മുടെ അമ്മ എപ്രകാരം യേശുവിൻ്റെ രക്ഷാകര കർമ്മവുമായി സഹകരിച്ചുവെന്നും നമ്മുടെ രക്ഷകയായി തീരുവാൻ നമ്മൾക്ക് ദൈവത്തിൽ നിന്നും പ്രസാദപരം ലഭിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിച്ചുമെന്ന്. ഈ മാതാവിൻ്റെ ജീവിതം നമുക്കെന്നും ഒരു മാതൃകയാണ്. യേശുവിനോടൊപ്പം നാമും വിളിക്കപ്പെട്ടവരാണ് ബലിയർപ്പിക്കുവാൻ, യേശുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുവാൻ, യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുവാനായിട്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നും നമ്മുടെ മാതൃകയായിരിക്കട്ടെ. അമ്മ എന്നും നമ്മുടെ ചൈതന്യവും നമ്മളെ ദൈവത്തിങ്കിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ആ സ്വർഗത്തിൻ്റെ ദാനവുമായി തീരട്ടെ. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയും സഹായവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാംബിക ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.